സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്തു സതീശൻ മംഗളത്ത് എന്ന് പറഞ്ഞ സംവിധായകനാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിമായിട്ട് അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വലിയൊരു സ്വീകാര്യതയാണ് പ്രേക്ഷകർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു ഷോർട്ട് ഫിലിം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു ഷോർട്ട് ഫിലിമിനോട് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോയത് തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു സിനിമയിലേക്ക് വരാം. ആ സംവിധായകൻ്റെ ആ കഴിവ് അദ്ദേഹം ഈ ഒരു സിനിമ എടുത്തപ്പോഴും അത് നല്ല രീതിക്ക് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന അഷ്കർ അലി ആണെങ്കിലും സിദ്ധാർത്ഥ് ഭരതൻ ആണെങ്കിലും വിനീത് കുമാറിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറേ നാളിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ക്യാരക്ടറൽ റോൾ അദ്ദേഹം വന്നിരിക്കുന്നത്. എന്തായാലും ആക്ടേഴ്സിൻ്റെ ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ടൈം ലൂപ്പ് സിനിമയാണ്. അത് നമുക്കൊരു സസ്പെൻസ് ത്രില്ലർ എന്നും വേണമെങ്കിൽ പറയാം. ആ ഒരു ഫോറസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ പ്രമേയം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു നട്ടെല്ലാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ കണ്ടപ്പം. ഈ ഒരു സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോഡ്വിൻ തോമസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറാണ്. നല്ല കീട്ടിലിനായിട്ട് അദ്ദേഹം ആ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ആ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പം ആ ഒരു കറക്റ്റ് ഫീല് നമുക്ക് കിട്ടും. അത് ആ ഒരു കാര്യത്തിൽ, അതായത് ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മ്യൂസിക് കൊണ്ട് ലിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. ഗോഡ്വിൻ തോമസ് ആണെങ്കിൽ നല്ല അടിപൊളി ഒരു വർക്കാണ് ഈ ഒരു പടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഒത്തിരി സിനിമകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമ്മൾ ശരിക്കും ആഗ്രഹിക്കുകയാണ്. നല്ലൊരു കഴിവുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. അതേപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് നവീൻ നജോസ് എന്ന് പറഞ്ഞൊരു സിനിമോട്ടോഗ്രാഫറാണ്. അദ്ദേഹം നല്ല മനോഹരമായിട്ട് തന്നെയാണെങ്കിൽ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. ആ ഒരു കാടിൻ്റെ ആ ഒരു ഭംഗിയാണെങ്കിലും ഒക്കെ നല്ല രീതിക്ക് തന്നെ നമ്മളെ ഒരു ഫീൽ തരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ടോട്ടലി ടെക്നിക്കലി ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും എല്ലാം ഒരു ബ്രില്യൻ്റ് ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ, അതായത് സ്റ്റോറിയെക്കുറിച്ച് ഒത്തിരി ഞാൻ എക്സ്പ്ലോർ ചെയ്ത് സംസാരിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ ഷോർട്ട് ഫിലിം ആരും ഇപ്പം തിരഞ്ഞാലും കിട്ടണമെന്നില്ല, അതവർ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണുക. ഉറപ്പായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ചെയ്ത് ഇറങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു പടത്തിനകത്തുണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണാം. കാരണം ഒരു വലിയൊരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല ഈ സിനിമയുടെ, നമുക്കറിയാം. പക്ഷേ അങ്ങനെ വിചാരിച്ച് ആരും പോയി കാണാതിരിക്കരുത്. പിന്നീട് OTT വന്നിട്ട് അയ്യോ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു സിനിമ പോയി കാണുക. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തത്തില്ല. എന്തായാലും ഈ ഒരു ടീം ഇനിയും സിനിമകൾ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ അഷ്കർ അലി ആണെങ്കിൽ ഇതേപോലത്തെ സിനിമകളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും മലയാള സിനിമയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ചേട്ടനെ പോലെ തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ സിനിമ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക.